ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം സുവോളജിയുടെ ഒരു ജനറൽ ടോപ്പിക്ക് നമ്മൾ കണ്ടു. ബയോളജിയുടെ പ്രത്യേകിച്ചും ബോട്ടണിയും സുവോളജി അല്ലെങ്കിൽ ബയോളജി പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാധ്യതകളെക്കുറിച്ചും അത് പഠിക്കാൻ കിട്ടുന്ന ഉന്നതമായിട്ടുള്ള രാജ്യത്തിലെ സ്ഥാപനങ്ങളെക്കുറിച്ചും ബയോളജി പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കരിയർ ഓപ്ഷൻസിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് സുവോളജിയിൽ നിങ്ങൾ പരിചയപ്പെട്ട, അതുപോലെ തന്നെ ബോട്ടണി ടീച്ചർ മനോഹരമായി നിങ്ങൾക്ക് ബയോളജിയുടെ സാധ്യതകളെക്കുറിച്ചും ആവശ്യകതകളെക്കുറിച്ചും പറഞ്ഞു. ഇന്ന് നമ്മൾ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. സുവോളജിയിലെ ഫസ്റ്റ് ലെസൺ ദ ലിവിങ് വേൾഡ് എന്ന ടോപ്പിക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻട്രൊഡക്ടറി ടോപ്പിക് മാത്രമാണ്. വളരെ സാവധാനത്തിൽ തുടങ്ങാമെന്ന് വിചാരിക്കും. സുവോളജി ആരംഭിക്കുന്നതിന് ലിവിങ് വേൾഡ് എന്ന വാക്കിലൂടെയാണ്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടൊന്ന് കണ്ണോടിച്ച്, എത്ര മനോഹരമാണ് ദ വേൾഡ് അറൗണ്ട് അസ്. ഒരുപക്ഷെ ഈ ഭൂമിയിൽ തന്നെ ജനിച്ചു വീണത് കൊണ്ടായിരിക്കാം ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് മനസ്സിലാവാത്തത്. മനോഹരമായിട്ടുള്ളൊരു പാർക്കിൽ ചെന്നിരുന്നാലോ, സസ്യലതാദികൾ നിറഞ്ഞിരിക്കുന്ന ചുറ്റുപാടും പുലർകാലെ നോക്കുമ്പോൾ മഞ്ഞുതുള്ളികളും അതിനകത്തൂടെ സൂര്യപ്രകാശത്തിൻ്റെ രശ്മികൾ വർണ്ണരാജികൾ തൂകി ചിതറി വരുന്നതൊക്കെ കാണുമ്പോൾ ഈ ഭൂമി ഒരു സ്വർഗമാണെന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷികളുടെ കലകലാരവങ്ങളും മനോഹരമായിട്ടുള്ള മൃഗങ്ങളും ജീവജാലങ്ങളും സൂക്ഷ്മജീവികളും ഒക്കെ അടങ്ങുന്ന ഈ ലോകം, ആ ലോകത്തെക്കുറിച്ചാണ് നമ്മൾ അല്പം ഒന്ന് സംവദിക്കാൻ വരുന്നത്. ശരിക്കും എന്താ ലൈഫ് എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ലൈഫ്? ഒരു വിത്ത് നട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് ജീവൻ്റെ പുതുനാമ്പുകൾ ഇങ്ങനെ തെളിർത്ത് വരുന്നേ കാണാൻ സാധിക്കും. കുറേ നാളുകൾക്ക് ശേഷം അത് വളർന്ന് പന്തലിച്ച് വലിയ വൻവൃക്ഷമായിട്ടുള്ളോ അല്ലെങ്കിൽ ചെടിയായോ മാറി അതിൽ നിന്ന് കായ്കളും പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകുമ്പോൾ, കുറേ നാളുകൾക്ക് ശേഷം അത് ഇല്ലാതായി മാറുമ്പോൾ ജീവിതം അവസാനിച്ചതെന്ന് നമ്മൾ പറയും. മനുഷ്യജീവനും ഒട്ടും വ്യത്യസ്തമല്ല. ഒരു കുഞ്ഞ് ജനിച്ച് വളർന്ന് ശൈശവത്തിലൂടെ, ബാല്യത്തിലൂടെ, കൗമാരത്തിലൂടെ, യൗവനത്തിലൂടെ, വാർദ്ധക്യത്തിലൂടെ കടന്നുപോയി ഇല്ലാണ്ടാകുമ്പോഴും ജീവിച്ച് തീർത്തു എന്നൊക്കെ നമ്മൾ പറയും. ആക്ച്വലി വാട്ട് ഈസ് ലൈഫ്? വളരെ ഫിലോസഫിക്കലായിട്ട് തോട്ട് കൂടിയാണ്. പൂർണ്ണമായിട്ട് ഉത്തരം നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും ബയോളജിയുടെ സെൻസിൽ ലൈഫ് ഈസ് എ യുണീക്ക് കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾസ് expressing through chemical reactions which lead to growth, development, responsiveness, adaptation and reproduction. ഇതാണ് ലൈഫ് എന്ന് പറയുന്നത്. അത് വളരെ യുണീക്കാണ്. കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾസ് അതിനകത്തുണ്ട്. എക്സ്പ്രസിങ് ത്രൂ കെമിക്കൽ റിയാക്ഷൻസ്. നമ്മുടെ ലൈഫ് മുഴുവനും ധാരാളം മെറ്റബോളിക് റിയാക്ഷൻസിലൂടെയാണ്. ആ മെറ്റബോളിക് റിയാക്ഷൻസാണ് പിന്നീട് ഗ്രോത്തിലേക്കും വളർച്ചയിലേക്കും റെസ്പോൺസീവിലേക്കും പൊരുത്തപ്പെടാനുള്ള അഡാപ്റ്റേഷനിലേക്കും റീപ്രൊഡക്ഷനിലേക്കൊക്കെ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ലിവിങ് ഓർഗാനിസം? എ ലിവിങ് ഓർഗാനിസം ഈസ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, ഇവോൾവിംഗ് ആൻഡ് സെൽഫ് റെഗുലേറ്റിംഗ് ഇൻറ്ററാക്റ്റീവ് സിസ്റ്റം കേപ്പബിൾ ഓഫ് റെസ്പോണ്ടിങ് ടു ദ എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ബാഹ്യമായിട്ടുള്ള സ്റ്റിമുലസിനനുസരിച്ച് പ്രതികരിക്കാനും വികാസം പ്രാപിക്കാനും സെൽഫ് റെഗുലേറ്റ് ചെയ്യാനൊക്കെ കഴിവുള്ള ഒരു സംവിധാനമാണ് ലിവിങ് ഓർഗാനിസംസ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് വാട്ട് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ലിവിങ് ഓർഗാനിസംസ്? ചെറിയ ക്ലാസ്സിൽ കുഞ്ഞുങ്ങളോട് ജീവിയുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വാദോരാതെ സംസാരിക്കും. അവർ പറയും ഗ്രോത്ത് ഉണ്ടെന്ന് പറയും, റീപ്രൊഡക്ഷൻ ഉണ്ടെന്ന് പറയും, മെറ്റബോളിസം കാണിക്കുന്നത് പറയും, സെല്ലുലാർ ഓർഗനൈസേഷൻസോട് കൂടിയവയാണെന്ന് പറയും, ലിവിങ് ഓർഗാനിസത്തിന് ബോധമുണ്ട് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഉണ്ട് എന്നൊക്കെ പറയും. ആൻഡ് വാട്ട് ഈസ് ആക്ച്വലി ഗ്രോത്ത്? ഇറ്റ് ഈസ് ഇൻക്രീസിങ് നമ്പർ ഓഫ് മാസ് ഓഫ് സെൽസ് ബൈ സെൽ ഡിവിഷൻ. കോശവിഭജനത്തിലൂടെ കോശങ്ങളുടെ എണ്ണം വർദ്ധിക്കലാണ് ശരിക്കും ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇൻ പ്ലാന്റ്സ് ഗ്രോത്ത് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ്, ഇസ് ഇറ്റ്? ഇൻ ആനിമൽസ് ഗ്രോത്ത് ഈസ് ഓൺലി അപ് ടു സർട്ടൻ ഏജസ്. ഹൗവർ ഓൾ സെൽ ഡിവിഷൻ occurs to replace the lost cells. എല്ലാ ജീവജാലങ്ങളിലും പുതിയ കോശങ്ങളുണ്ടെന്ന് പഴയവയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഗ്രോത്ത്. പക്ഷേ നോൺ ലിവിങ് ഓർഗാനിസം ഗ്രോ ചെയ്യൂ. ബേസിക്കലി ഗ്രോത്ത് ഈസ് ദ ഇൻക്രീസിങ് മാസ് ആൻഡ് സൈസ്. ദസ് നോൺ ലിവിങ് ഓബ്ജെക്ട്സ് ഓൾസോ ഗ്രോസ്, റൈറ്റ്? മൗണ്ടെയിൻ വളരുന്നതായിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പർവ്വതങ്ങൾ. ഓക്കെ, സോ ഗ്രോത്ത് ഈസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ഓഫ് ദ ലിവിങ് ഓർഗാനിസംസ്. കാരണം രണ്ടിലും വളർച്ച ഉണ്ടാകുന്നുണ്ട്.
In living organisms, growth is from inside, right? Reproduction എന്ന് പറഞ്ഞാൽ എന്താ? It is a production of progeny having features similar to those of the parents. Organisms reproduce sexually and sexually. പുതിയ തലമുറ ഉണ്ടാക്കലാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സൂക്ഷ്മജീവികളൊക്കെ കാണാം, അതിൻ്റെ എൻ്റെ ഓർഗാനിസം രണ്ടായിട്ട് മാറും, അല്ലെങ്കിൽ സെല്ല് രണ്ടായിട്ട് മാറുന്നു. Unicellular organisms growth and reproductions are same because they are replaced by cell division. In many organisms do not reproduce at all. ഇനി എല്ലാ ജീവജാലങ്ങളും റീപ്രൊഡ്യൂസ് ചെയ്യില്ല. ഇപ്പം മ്യൂൾ എന്ന് പറയുന്ന കോവർ കഴുത അത് ശരിക്കും റിപ്രൊഡക്ഷനിലൂടെ അല്ല ഉണ്ടാകുന്നത്. Hence, reproduction is not a perfect defining properties of the living organisms. രണ്ട് ജീവികൾ തമ്മിൽ ഇണചേർന്നുണ്ടാവുന്നത്, ഒരേ വർഗത്തിൽപ്പെട്ട വർഗ്ഗങ്ങളിൽ ചേർന്നിട്ടാണ് റിപ്രൊഡക്ഷൻ ഉണ്ടാവുക പഠിച്ചത്. മ്യൂളിൽ നിന്നും പുതിയ മ്യൂൾ ഉണ്ടാവില്ല, റിപ്രൊഡക്ഷൻ നടത്തുന്നില്ല. തേനീച്ചകളിലൊക്കെ നമുക്ക് മറ്റൊരു പ്രതിഭാസം കാണാൻ പറ്റും. അൺഫെർട്ടിലൈസ്ഡ് എഗ് ക്യാൻ ഡെവലപ്പ് ഇൻ ടു എൻ ഓർഗാനിസംസ്. അപ്പോൾ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ആക്സെപ്റ്റബിൾ ഇൻ ഓൾ സെൻസ്. മെറ്റബോളിസം, എല്ലാ ജീവജാലങ്ങളുടെയും കോശങ്ങളുടെ അകത്ത് നടക്കുന്ന ഓവറോൾ കെമിക്കൽ റിയാക്ഷൻസിനാണ് നമ്മൾ മെറ്റബോളിസം നടത്തുന്നത്. സം ടോട്ടൽ ഓഫ് ഓൾ ദ ബയോകെമിക്കൽ റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ലിവിംഗ് സിസ്റ്റം. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫീച്ചർ ഓഫ് ലിവിംഗ് ഓർഗാനിസംസ്. ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. പക്ഷേ ഈ മെറ്റബോളിക് റിയാക്ഷൻസ് നമുക്ക് ലാബിൽ വെച്ച് നടത്താൻ വേണ്ടി പറ്റും, സെൽസിൻ്റെ പുറത്ത് വെച്ച് നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. മെറ്റബോളിക് റിയാക്ഷൻസ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി ഇൻ സെൽ ഫ്രീ സിസ്റ്റംസ്. ഐസൊലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻസ് in vitro are not living but are living reactions. നമുക്ക് ശരീരത്തിൽ വെച്ച് നടക്കുന്ന റിയാക്ഷൻസിനെ ലാബറട്ടറിയിൽ വെച്ചിട്ട് നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നമുക്ക് നോട്ട് ലിവിങ്, പക്ഷെ അത് ലിവിങ് റിയാക്ഷൻസ് തന്നെയാണ്. എന്താണ് സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് വെരി സിമ്പിൾ. ബോഡീസ് ആർ മെയ്ഡ് ഓഫ് സെൽസ്. Organisms are made of one or more cells. It is defining feature of the living organisms. കോൺഷ്യസ്നെസ്, ബോധം. എന്താ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ തൊട്ടാവടി തൊട്ട് കഴിഞ്ഞാൽ അത് പ്രതികരിക്കും അല്ലേ? ഒരു ഇൻസെക്ടിവോറസ് ഇരപിടിയൻ പിന്നെ ഷഡ്പദങ്ങളെ പിടിക്കുന്ന ചെടികളുണ്ട്, അതിൻ്റെ അടുത്തേക്ക് വന്ന ഷഡ്പദത്തിന് അത് പിടിക്കും. മണ്ണിലേക്ക് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ചൂടുള്ള പദാർത്ഥം മണ്ണിൽ എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യും. അനിമൽസിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യും. നമ്മൾ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറകെ തിരിഞ്ഞു നോക്കും. ദീസ് ആർ ഓൾ റെസ്പോൺസ്. എക്സ്റ്റേണൽ സ്റ്റിമുലസിനനുസരിച്ചുള്ള റിയാക്ഷൻസ് ആണ് ശരിക്കും റെസ്പോൺസ്. അപ്പോൾ അതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് കോൺഷ്യസ്നെസ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഓർഗാനിസം ടു സെൻസ് ദർ എൻവയോൺമെന്റ് ആൻഡ് റെസ്പോൺസ് ടു എൻവയോൺമെന്റൽ സ്റ്റിമുലസ്. നമ്മൾ പ്രകൃതിയിൽ എൻവയോൺമെന്റിലാണ് ജീവിക്കുന്നത്, അതിനനുസരിച്ചുള്ള പ്രതികരണമാണ്. ഓൾ ഓർഗാനിസംസ് ആർ അവെയർ ഓഫ് ദർ സറൗണ്ടിങ്സ്. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് നമുക്ക് നല്ല അവെയർനെസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ഓഫ് ദി ലിവിംഗ് ഓർഗാനിസംസ്. ഹ്യൂമൻ ഈസ് ഓൺലി ഓർഗാനിസംസ് ഹാവിംഗ് സെൽഫ് കോൺഷ്യസ്നെസ്. മറ്റുള്ള ജീവജാലങ്ങൾക്കും അതില്ല. മനുഷ്യന് മാത്രമേ സ്വബോധമുള്ളൂ. അതാണ് മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിവിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ദി ലിവിംഗ് ഓർഗാനിസംസ് ക്വൈറ്റ് നോൺ ടു എവരി ഓർഗാനിസംസ്. നൗ അണ്ടർസ്റ്റാൻഡ്, ഒരേ തരത്തിലുള്ള ജീവജാലങ്ങളാണോ ഭൂമിയിലുള്ളത്? ഡെഫിനറ്റ്ലി നോ. ഡൈവേഴ്സിറ്റി ഓഫ് ദി ഓർഗാനിസംസ്, എത്ര ജീവജാലങ്ങൾ. ഐ ടോൾഡ് യു ലാസ്റ്റ് ടൈംസ് 50 മില്യൺ സ്പീഷീസ് എന്ന് ഒരാൾ പറയുന്നത്, 7 മില്യൺ സ്പീഷീസ് ആണെന്ന് പിന്നെ റോബർട്ട് മേയറെ പോലെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ സമ്പുഷ്ടമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഭൂമി. Diversity of the living organisms. The number and types of organisms present on Earth refers to as biodiversity. Number and types of organisms present on Earth refers to biodiversity. The number of species described is 1.7 to 1.8 million. ഇതൊരു അഭിപ്രായമാണ്. Number of species described like this. Diversity in the living world. ഈ ജീവജാലങ്ങൾ മുഴുവൻ തിരിച്ചറിഞ്ഞത് നമ്മളിപ്പോൾ പറയുന്നത് 1.7 മില്യൺ സ്പീഷീസ്, അല്ലെങ്കിൽ 2000 കണക്ക് പ്രകാരം അറൗണ്ട് 8 മില്യൺ സ്പീഷീസ് എന്നൊക്കെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കണക്കുകളുണ്ട്. ദാറ്റ് മീൻസ് ദാറ്റ് നോട്ട് ഡെഫിനിറ്റ്. അപ്പോൾ ഈ കണക്കുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഈ കണക്കുകളെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, ജീവജാലങ്ങളുടെ എണ്ണം എടുക്കാൻ വേണ്ടിയിട്ട്, സെൻസസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ശാസ്ത്രശാഖ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ടാക്സോണമി. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് identification, classification and nomenclature of organisms. That is a taxonomy. Study of identification, classification and nomenclature of organisms. An old name is there, systematics. Taxonomy മുമ്പുള്ള പദമാണ് systematics. ലാറ്റിൻ സിസ്റ്റമ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ്. ഡീൽസ് വിത്ത് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ്. നമുക്കറിയാം പല ജീവജാലങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. വി ആർ ഓൾ, നമ്മൾ കുരങ്ങന്മാരുമായിട്ടൊക്കെ ബന്ധമുണ്ട്, പിന്നെ എയ്ഡ്സ് ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. എല്ലാ ജീവജാലങ്ങളും ഇന്റർ റിലേറ്റഡ് ആണ്.
സോ ഈ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ കുറിച്ചുകൂടെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ബ്രോഡ് Might have heard of sometimes Carl von Linnaeus. സിസ്റ്റമാ നാച്ചുറ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് ടാക്സോണമിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. Carl von Linnaeus is considered as the father of taxonomy. അദ്ദേഹത്തിൻ്റെ ബുക്സിൻ്റെ പേര് എന്താണ്? സിസ്റ്റമാ നാച്ചുറേ എന്നാണ് ആ ബുക്കിൻ്റെ പേര്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ ടാക്സോണമി: ക്ലാസ് ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമെൻക്ലേച്ചർ. ഇത്രയാണ് ടാക്സോണമിക്കത്തിലെ പ്രധാനപ്പെട്ട പ്രോസസ്സ്. ക്യാരക്ടറൈസേഷൻ എന്താണ്, ഐഡന്റിഫിക്കേഷൻ എന്താണ്, ക്ലാസിഫിക്കേഷൻ എന്താണ്, നോമെൻക്ലേച്ചർ എന്താണ്, നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് നോക്കാം. ബേസിക് പ്രോസസ് ഓഫ് ടാക്സോണമി. എന്തൊക്കെയാണ് ടാക്സോണമി നമ്മൾ ചെയ്യുക? ആദ്യത്തെയാണ് ക്യാരക്ടറൈസേഷൻ. നമ്മൾ ഒരു ജീവിയെ കിട്ടിക്കഴിഞ്ഞാൽ വി ഡോണ്ട് നോ ദാറ്റ് ഓർഗാനിസംസ്. Understanding the characteristics of organisms such as external and internal structure of the cells, development process, ecological informations, ഇതൊക്കെ കളക്ട് ചെയ്യലാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ജീവിയുടെ ആന്തര ബാഹ്യഘടന, കോശങ്ങളെക്കുറിച്ചുള്ള ഘടന, അതിൻ്റെ വികാസം, അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കലാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ശേഖരിച്ച സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഐഡന്റിഫിക്കേഷൻ നടത്തണം. ഇറ്റ് ഈസ് എ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഓർഗാനിസം സോ ദാറ്റ് ദ നെയിമിംഗ് ഈസ് പോസിബിൾ. അങ്ങനെ ആ ജീവിയുടെ സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടും അവയെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവർക്ക് കറക്റ്റായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള നാമം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ. ഇറ്റ് ഈസ് ദ ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസംസ് ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്വഭാവങ്ങൾ കളക്ട് ചെയ്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിയെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ജീവിയെ ക്ലാസിഫൈ ചെയ്യണം, ഏതെങ്കിലും ഗ്രൂപ്പിൽ നമ്മൾ പെടുത്തണം. അതിനെയാണ് ക്ലാസിഫിക്കേഷൻ വിളിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ്